EASലെ 5 വനിതകൾ അയാൾക്കെതിരെ പരാതി. ആ പരാതി കൊടുക്കുന്ന സമയത്ത് അയാൾ പൊതുഭരണ വകുപ്പിൻ്റെ സെക്രട്ടറിയാണ്. അവർ കൊടുത്ത പരാതി എന്താണ്? അതിലവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ലൈംഗിക ചൊവ്വയുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ ഈ ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക വാട്സാപ്പിൽ നിന്ന് തന്നെ അയച്ചു എന്നാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരാൾ ചീഫ് സെക്രട്ടറിയായി വന്നു എന്നുള്ളത് ഈ സർക്കാരിനെ മൊത്തം ബാധിക്കും. നമസ്കാരം. കടുക്കനിട്ടവൻ പോയാൽ കമ്മലിട്ടവൻ വരും എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. അതുപോലെയാണ് ഇപ്പോൾ പുതിയ സർക്കാർ വന്നതിന് ശേഷമുള്ള ചില നിയമനങ്ങളും. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ ചീഫ് സെക്രട്ടറിമാരെ കുറിച്ചൊക്കെ നമുക്കറിയാം. PP ജോയി, അതിനുശേഷം ജയതിലക് ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട, പച്ചയായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ആരോപണങ്ങൾ, തെളിവുകളടക്കമുള്ള ആരോപണങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ് ജയതിലക്. ഇപ്പോഴിതാ വിശ്വനാഥ് സിൻഹ വന്നിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ സാർ. സാർ, എന്താണ് പുതിയ ചീഫ് സെക്രട്ടറിയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? പുതിയ ചീഫ് സെക്രട്ടറിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് 30-ാം തീയതി ഇറങ്ങിയപ്പോൾ നിർത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് 2-3 വാചകങ്ങളിൽ ഞാനൊന്ന് പറയാം. വാചകങ്ങൾ ഇപ്പോൾ പറയാൻ പ്രായബോധ്യമുണ്ട്. സ്ത്രീകമ്പടൽ, സ്ത്രീകളുടെ ആരോപണം, അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ ആരോപണം, സ്വന്തം ഭാര്യയ്ക്കെതിരെ പോലും അന്വേഷണം കൊണ്ടുവന്ന് അവരെ കുരുക്കിയ ആരോപണം, രണ്ടാം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് സ്പൈസസ് ബോർഡിൽ ഇരുന്നപ്പം അനധികൃതമായി കോടികളുടെ ഓർഡറുകൾ ട്രാവൽ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തു. രണ്ടാം ഭാര്യയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവരുടെ മകൾക്ക് സ്പൈസസ് ബോർഡിൽ ഇൻ്റർവ്യൂ കൊടുക്കാൻ അരുണാചൽ പ്രദേശിൽ വെച്ചിട്ടാണ് ഈ മാന്യൻ ഇന്റർവ്യൂ നടത്തിയത്. അവളിപ്പം സ്പൈസസ് ബോർഡിൽ 1.5 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥയാണ്. എന്നിട്ട് അവരുടെ അമ്മയായിട്ടുള്ള സ്ത്രീയെ രണ്ടാം ഭാര്യയായിട്ട് സ്വീകരിച്ചു. പിണറായി വിജയന്റെ എല്ലാ വൃത്തികൾക്കും ഒപ്പം കൂടുന്നതാണ്. പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് 2.5 മാസം മുമ്പ് ഗൾഫിലെ 6 രാജ്യങ്ങളിലേക്ക് പോയി. എന്തിനു പോയി? പണം പിരിക്കാൻ. അല്ലെങ്കിൽ പിന്നെ 2.5 മാസം മുമ്പ് പോകേണ്ട കാര്യമില്ല. അതിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സജി ചെറിയാൻ, അയാളുടെ ഏറ്റവും വലിയ കൈയാണ് മന്ത്രി. 2 ഇയാളുടെ PA. 3 ചീഫ് സെക്രട്ടറി. ചീഫ് സെക്രട്ടറിക്ക് എന്ത് കാര്യം? പിണറായി വിജയൻ ഫണ്ട് പിരിക്കാൻ പോകുമ്പോൾ. അപ്പൊ പിണറായി വിജയന്റെ ഫണ്ട് പിരിവിൽ പോലും പങ്കാളിയായിട്ടുള്ള ഒരു വ്യക്തി. സ്വാഭാവികമായും അയാൾക്ക് ഉറപ്പായിരുന്നു UDF സർക്കാർ വരുമ്പോഴത്തേക്ക് അവർ പുറകാലം കൊണ്ട് തോന്നിക്കും. പക്ഷേ അങ്ങനെയാണല്ലോ നമ്മൾ ഇതുവരെ. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു? LDF സർക്കാരിനെ സ്വാധീനിച്ച് അയാൾ റിട്ടയർ ചെയ്ത് പോകുന്നതിന് മുമ്പ് അയാളുടെ പെൻഷൻ പ്രൊപ്പോസൽ എല്ലാം ശരിയാക്കി. കാരണം പെൻഷനൊക്കെ വല്ലതും പിടിച്ചു പോകും പേടിച്ചിട്ട്. പക്ഷെ അയാളൊരു ഭാഗ്യം ചെയ്തോടെ, മഹാഭാഗ്യമാണ്. പഞ്ചഗുസ്തി മത്സരം നടത്തുന്നുണ്ടാണോ സ്ത്രീകളുമായിട്ട്? അതാണ് ഭാഗ്യം ചെയ്യുമെന്ന് ഉദ്ദേശിച്ചത്. അതായത് റബ്ബർ ബോർഡിൽ ചെയർമാൻ ആയിരുന്ന സമയത്ത് ഇയാളുമായിട്ട് സഹകരിക്കുന്ന ചില സ്ത്രീകളൊക്കെ പഞ്ചഗുസ്തി മത്സരം നടത്തുകയും അവസാനം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ അതിന് മാനസികോല്ലാസത്തിന് വേണ്ടി അത് ചെയ്തു പോയി. തമ്പായിട്ട് വരരുത്, കാരണം അത് ആരോപണം. പക്ഷെ അയാളൊരു മഹാഭാഗ്യമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? UDF സർക്കാർ അയാളെ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, അയാളെ ഇങ്ങനെ ആലിംഗനബദ്ധനാക്കി കൊണ്ടു നടന്നു. ആര്? നിലപാടിൻ്റെ രാജകുമാർ. 42 ദിവസം അയാളൊന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, IAS പുനഃസംഘടന പോലും അയാളുടെ നിർദ്ദേശ പ്രകാരമായിരുന്നു എന്നാണ് കേൾക്കുന്നതെന്ന് മാത്രമല്ല, അയാൾ നാളെ റിട്ടയർ ചെയ്ത് പോകാൻ പോവാണ്. റിട്ടയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുവരെ പറഞ്ഞു കേൾക്കുന്നു. അവിടെയാണ് സുമേഷ് പറഞ്ഞത്, എന്താണ് കമ്മലിട്ടവൻ പോയാൽ കടുക്കനിട്ടവൻ പോയാൽ കമ്മലിട്ടവൻ. കടുക്കനിട്ടവൻ പോയി എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് കമ്മലിട്ടവൻ ഇങ്ങോട്ട് കയറി വരുന്നത്. ഒരുത്തനിപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയിട്ട് നാളെ മുതൽ ഇരിക്കാൻ പോകുക. അയാളുടെ പേരാണ് വിശ്വനാഥ് സിൻഹ. അയാൾക്കെതിരെ 2019 ഒരു ആരോപണമാണ്. ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 IAS വനിതകൾ, EASലെ 5 വനിതകൾ അയാൾക്കെതിരെ പരാതി. ആ പരാതി കൊടുക്കുന്ന സമയത്ത് അയാൾ പൊതുഭരണ വകുപ്പിൻ്റെ സെക്രട്ടറിയാണ്. LDF സർക്കാർ 2019. പൊതുഭരണ വകുപ്പ് എന്ന് പറഞ്ഞാൽ എത്ര പ്രധാനപ്പെട്ട വകുപ്പാണെന്ന് അറിയാം. അവർ കൊടുത്ത പരാതി എന്താണ്? അതിലവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ലൈംഗിക ചൊവ്വയുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ ഈ ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക വാട്സാപ്പിൽ നിന്ന് തന്നെ അയച്ചു എന്നാണ് ഈ സ്ത്രീകൾ പരാജയപ്പെട്ടത്. ആ വിഷയം പൊതുമണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ആരാന്നറിയാം? ജ്യോതികുമാർ ചാമക്കാർ. അയാൾ ഇപ്പോൾ UDFന്റെ MLA. അയാളാണ് ഉയർത്തിക്കൊണ്ടുവന്നു. മനസ്സിലായി? 5 IAS ഉദ്യോഗസ്ഥകളും ഇപ്പോഴും സർവീസിലുണ്ട്.
കേരളത്തിൽ തന്നെ അതിൽ 3-4 പേരുണ്ട് എന്നാണ്. അന്ന് ഇയാൾക്കെതിരെ നടപടി ഉണ്ടായോ? ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൽ 2 വനിതകൾ ഈ മുസൂറിയിലെ IAS ട്രെയിനിങ് അവിടെ വെച്ചിട്ട് പരാതി കൊടുത്തുവെന്നും ആ പരാതി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഓഫീസിലേക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും 2019 ഇയാളൊരു അച്ചടക്ക നടപടിക്ക് വിധേയനായിട്ടുണ്ട്. ഇയാൾ GID സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇയാളെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി വകുപ്പിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള അപ്രധാന വകുപ്പിലേക്ക്. അതൊരു പക്ഷേ ഈ ഒരു പരാതികളുടെ അടിസ്ഥാനത്തിലായിരിക്കാം. അല്ലാതെ എന്തുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ 5 IAS വനിതകളുടെ പരാതി കേൾക്കുകയും ഒരു അച്ചടക്ക നടപടിക്ക് വിധേയനാവുകയും ചെയ്ത ആളാണ് ഈ വിശ്വനാഥ് സിൻഹ. അതിനേക്കാളൊക്കെ ഞെട്ടിക്കുന്ന ഒരു പരാതി കേട്ടോ. കേരളത്തിലെ ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ, അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞാൽ അയാൾ ആരാണെന്ന് അറിയും, അതുകൊണ്ട് അതിലേക്ക് പോകുന്നു. ആ IAS ഉദ്യോഗസ്ഥന്റെ ഭാര്യയോട് ആ IAS ഉദ്യോഗസ്ഥനും കൂടി പങ്കെടുത്ത ഒരു ബിരുദ സൽക്കാരത്തിൽ വെച്ച് ഇയാൾ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നൊരു ആരോപണമുണ്ട്. പക്ഷെ ആരോപണമുണ്ട്. അല്ല, ആരോപണം അങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് വരില്ലല്ലോ. ആ ചടങ്ങിൽ പങ്കെടുത്ത ആരെങ്കിലും ആയിരിക്കണമല്ലോ ഇതൊക്കെ കണ്ടതും കേട്ടതും ഒക്കെ. അത് ഒരു സ്ത്രീയോട് പെരുമാറി എന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവായിട്ടുള്ള IAS ഉദ്യോഗസ്ഥൻ അത് മനസ്സിലാക്കുകയാണ് വളരെ വയലന്റ് ആകുകയും ചെയ്യുന്നു നമ്മൾ കേൾക്കുന്നു. അല്ല, ഈ പിണറായി സർക്കാർ അല്ല ഈ PD സതീശൻ സർക്കാരിലും ഒരു ഉയർന്ന സ്ഥാനത്ത് അതിലിരിപ്പുണ്ട്. അപ്പോ പിന്നെ ഒരുപാട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അതൊന്നും നമുക്ക് പറയാൻ വയ്യ, കാരണം അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ആരോപണങ്ങൾ. അപ്പം IAS ഉദ്യോഗസ്ഥരുടെ പരാതി എന്നത് വലിയ കാര്യമായിട്ട് നമ്മൾ പറയുന്നില്ല. സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാതി ഇപ്പൊ IAS ആണല്ലോ അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ. പക്ഷെ ഇപ്പൊ ചീഫ് സെക്രട്ടറിയായി വരാൻ പോകുന്ന ആൾക്കെതിരെ 5 IAS ഉദ്യോഗസ്ഥരായിട്ടുള്ള വനിതകൾ തങ്ങളോട് ലൈംഗികമായി മോശമായി പെരുമാറി എന്ന് പിന്നെ അവര് രേഖാമൂലം പരാതി കൊടുത്തിട്ടുള്ളതാണ് ഇയാൾക്കെതിരെ. എന്ന് മാത്രമല്ല, ഇയാൾക്കെതിരെ പരാതി കൊടുത്തേണ്ട രേഖകൾ ഇപ്പോഴും മുസൂറി IAS ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. കാരണം അവിടുന്നാണല്ലോ ഇത് സ്വാഭാവികമായി അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അല്ല, അതെന്തായാലും അങ്ങനെ ആണെങ്കിൽ പോലും ഇതുപോലെ തന്ത്രപ്രധാനമായ സ്ഥാനത്ത് ഒരാളെ നിയമിക്കുമ്പോൾ അത് ഈ ഇപ്പോഴത്തെ സർക്കാരിന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ലാത്തത് കൊണ്ടാണോ അതോ ഇനി ആരുടെയെങ്കിലും ഉപകരണമായി മുഖ്യമന്ത്രി പ്രവർത്തിക്കുകയാണോ? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും ഒരു അന്ധമായിട്ടുള്ള വിമർശനമോ അല്ലെങ്കിൽ വൈരീതിനെ ബുദ്ധിയായിട്ടൊന്നും എടുക്കണ്ട. കാരണം ഈ സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരാൾ ഞാനും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെയും കൂടിയാണ് ഈ സർക്കാർ. എന്തെങ്കിലും ഈ സർക്കാരിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നത്. പിണറായി വിജയൻ പോയി പുതിയതായിട്ടൊരു സർക്കാർ വരുമ്പോൾ ആ സർക്കാർ നേർവഴിക്ക് പോകണം എന്ന് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് അത്ഭുതം. ഇന്നിപ്പോൾ ഞാൻ ഓട്ടോയിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നിയമസഭയിൽ നോക്കുമ്പോഴത്തേക്ക് നിയമസഭയിൽ ഘോരഘോരം സതീശൻ സ്ത്രീ സുരക്ഷയെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണ് സ്ത്രീപക്ഷത്ത് നിൽക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആശാ തൊഴിലാളികളെ കുറിച്ചിട്ടും മറ്റേ അംഗനവാടി തൊഴിലാളികളെ കുറിച്ചിട്ടും ഒക്കെ അയാൾ വളരെ വൈകാരികമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അയാൾ സ്ത്രീപക്ഷ നിലപാടാണ് അയാൾക്കുള്ളതെങ്കിൽ ഇതുപോലെ VS അച്യുതാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞ നരാധമനായിട്ടുള്ളൊരു മനുഷ്യനെ ഇയാള് ചീഫ് സെക്രട്ടറിയായിട്ട് നിയമിക്കുന്നു. ഈ ആരോപണം പിന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആരോപണമാണോ? ഇത് 2029 UDFന്റെ MLA UDFന്റെ നേതാവായിരുന്ന ജ്യോതികുമാർ ചാമക്കാല. അയാൾ ഇപ്പൊ MLA ആണ്. 2029 അല്ല സാർ, തെറ്റിപ്പോയി. 2019 കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അയാൾ KPC ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്ന് അയാൾ ഈ വിഷയം ഉയർത്തിയതാണ്. ഇന്ന് അയാൾ പത്തനാപുരത്തെ MLA ആണ്. അതുകൊണ്ട് സതീശന് ബാധ്യതയില്ലേ ഇയാളെ ആക്കുന്നതിന് മുമ്പ് ജ്യോതികുമാർ ചാമക്കാലയോട് ഇത് വിളിച്ച് ചോദിക്കണ്ടേ? അതെ. അല്ല, എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പോലും ജ്യോതികുമാർ ചാമക്കാല അന്ന് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. അന്ന് ഇത് മാധ്യമങ്ങളിലടക്കം ചർച്ചയായി. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സർക്കാരിന്റെ ഭാഗമാണ്. ആ സർക്കാരിന്റെ ഭാഗമായി ഇരിക്കുമ്പോഴും എന്തുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരണം നടത്തുന്നില്ല എന്നുള്ളത് അതൊന്നും എനിക്കറിയില്ല. അയാൾ ചിലപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടാവാം, പക്ഷേ അത് പരസ്യമായിട്ടായിരിക്കില്ല. പക്ഷേ അയാളെക്കാൾ കൂടുതൽ ഇതുപോലത്തെ ഒരു ആരോപണ വിധേയന ചീഫ് സെക്രട്ടറി ആക്കാതിരിക്കാനുള്ള ബാധ്യതയും ചുമതലയും ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കല്ലേ? മുഖ്യമന്ത്രി പ്രതിച്ഛായയിലെ ഇതൊന്നും മോശമാകുന്നു. മുഖ്യമന്ത്രി വേണ്ടേ ഇത് ഇയാൾ നമുക്കിത് ചേർന്ന ആളല്ല എന്ന് പറഞ്ഞ ആളെ മാറ്റി വെക്കാൻ? മുഖ്യമന്ത്രി ശരിക്കും മുസൂറിയിൽ അന്വേഷിക്കണ്ടേ? മുഖ്യമന്ത്രിക്ക് അന്വേഷിക്കാമല്ലോ. മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായി എഴുതി ചോദിക്കാമല്ലോ, മുസൂറി ഇങ്ങനെ പരാതി വന്നിട്ടുണ്ടോ? അതെ. അല്ല, അല്ലെങ്കിൽ തന്നെ അതെ, മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായി മസൂറിയിൽ നിന്ന് ഇതുപോലെയുള്ള ഒരു പരാതി വരുമ്പോൾ അതിന്റെ രേഖകളടക്കം ഇപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിൽ ഉണ്ടാവില്ലല്ലോ. കാരണം എന്ന് മാത്രമല്ല അച്ചടക്ക നടപടിക്ക് വിധേയനായിട്ടുണ്ട് ഇയാൾ. എന്തിനാണ് അച്ചടക്ക നടപടിക്ക് റീസൺ ഉണ്ടായില്ല? റീസൺ എന്തായാലും ഫയലിൽ എഴുതാതിരിക്കും. ഉണ്ടാവില്ല. അപ്പൊ അതെടുത്ത് പരിശോധിക്കണ്ടേ? അത് പരിശോധിക്കുകയൊന്നും ചെയ്യാതെ ഇയാളാക്കിയതിന് പിന്നെ വേറെ ഈ കഥകൾ കേൾക്കുന്നുണ്ട്.
കാരണം KR ജ്യോതിലാൽ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി ആകും എന്നാണ് നമ്മൾ 2 ദിവസം മുമ്പ് വരെ കേട്ടിരുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇയാൾ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ആകും. ഇയാൾക്ക് ആരുടെയോ ശുപാർശ ഉണ്ടായിരുന്നു എന്നും അയാൾ ഒരു വലിയ കോർപ്പറേറ്റ് ഭീമനായിരുന്നു എന്നും ഒക്കെ ആരോപണങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. വിശ്വനാഥ് സിൻഹ വിശ്വനാഥ് സിൻഹയ്ക്ക്, അതായത് 2 ദിവസം മുമ്പ് ഏതോ ഒരു കോർപ്പറേറ്റ് ഭീമനുണ്ട്, അയാളെ കണ്ടു കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറി ആകാൻ പറഞ്ഞ് പോയെന്നും ആ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ആയത് എന്നൊക്കെ കേൾക്കുന്നു. പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞില്ലെങ്കിലും അതാരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആരോപണമായിട്ട് അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇത് തീരുന്നതിനും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഈ വിശ്വനാഥ് സിൻഹ ചീഫ് സെക്രട്ടറി ആകുന്നതുകൊണ്ട് VD സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് കളങ്കിതനാവുന്നത്. അയാളുടെ പ്രതിച്ഛായക്കാണ് കോട്ടം തട്ടുന്നത്. അതുകൊണ്ട് അയാൾ ഇപ്പോഴും നമ്മൾ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ പറയേണ്ട കാരണം നാളെയാണ് പുതിയ ചീഫ് സെക്രട്ടറി ചുമതലയേക്കുന്നത്. അയാളുടെ പ്രതിച്ഛായക്ക് കോട്ടം വരണ്ടെങ്കിൽ, അയാൾ ആരോപണ വിധേയനാകാതിരിക്കണമെങ്കിൽ, അയാൾക്ക് സ്ത്രീപക്ഷ നിലപാടാണ് അയാൾക്ക് എടുക്കുന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ വിശ്വനാഥിനെ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് VD സതീശൻ എടുക്കുകയാണ് വേണ്ടത്. എടുക്കും എന്നാണ് ഞങ്ങളെപ്പോൾ പ്രവർത്തിച്ചത്. എടുത്തില്ല എങ്കിൽ ഒരു നരാധമനായിട്ടുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരാൾ ചീഫ് സെക്രട്ടറി ആയി വന്നു എന്നുള്ളത് ഈ സർക്കാരിനെ മൊത്തം ബാധിക്കും എന്നുള്ള കാര്യം സതീശന് ബോധ്യമായാൽ അത്രയും നല്ലത്. തീർച്ചയായിട്ടും. അതായത് വിശ്വനാഥ് സിൻഹയെ പോലെയുള്ള ഒരാൾ, അത് 5 വനിതാ IAS ഉദ്യോഗസ്ഥർ തന്നെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയെന്നും പെരുമാറിയെന്നും പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുമ്പോൾ ആ പരാതിക്ക് നടപടിക്ക് വിധേയനായ ഒരു വ്യക്തിയെ വീണ്ടും അതേ സ്ഥാനത്ത് നിയമിക്കുമ്പോൾ അത് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമാണ് പ്രതിച്ഛായയ്ക്ക് ഭംഗം വരുത്തുന്നത് എന്ന് മാത്രമല്ല, ഇനി ഇയാൾ കാണിച്ചു കൂട്ടുന്നതിനെല്ലാം പഴി കേൾക്കേണ്ടതും സർക്കാരും മുഖ്യമന്ത്രിയുമാണ്. വിമർശിക്കേണ്ടി വരുന്നത് നമ്മുടെ ഒരു ജോലിയാണ്. വിമർശനങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെയാണ് ജനങ്ങൾ 10 വർഷത്തെ പിണറായി വിജയൻ്റെ കിരാത ഭരണത്തെക്കുറിച്ച് സ്വപ്നത്തിൽ പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ജനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്നതെന്ന് കൂടി ഓർക്കണം. അതുകൊണ്ട് ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ തൽസ്ഥാനങ്ങളിൽ നിയമിക്കുമ്പോൾ അതിന് ജാഗ്രത പാലിക്കണം. ഇല്ലെങ്കിൽ അത് സർക്കാരിന് വലിയ രീതിയിൽ ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.